ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം വീതിയുള്ള തുണിയാണ്. നമുക്കിത് നേരത്തെ തയ്ച്ചതിൻ്റെ ബാലൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊരു ടോപ്പ് വെട്ടാം. അപ്പം നമുക്കിത് ഇപ്പോൾ എത്ര മീറ്റർ ഉണ്ട്? ഒരു 1.5 മീറ്റർ തുണിയേ ഉള്ളൂ. പക്ഷേ വീതിയുണ്ട്, അത്യാവശ്യം വീതിയുണ്ട്. അപ്പം നമുക്ക് നേരെ എടുക്കാം. ഇതിനൊരു 36 ഇഞ്ച് വണ്ണമുള്ളൊരു ടോപ്പ് അടിക്കാനാണ്. നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ടോപ്പ് അടിക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ ടോപ്പാണ്. അതായത് ഫ്രണ്ട് ഓപ്പൺ വെച്ചിട്ട് ബട്ടൺ വെച്ചുള്ള ടോപ്പാണ് കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ വെച്ചിട്ട് നമുക്ക് ബട്ടൺ നമ്മൾ ഫുൾ ഓപ്പൺ ആയിട്ട് എടുക്കണ്ട. ജസ്റ്റ് സ്റ്റിച്ച് കൊടുത്താൽ മതി. കൊടുത്തിട്ട് ബട്ടൺ വയ്ക്കുക. എന്നിട്ട് താഴെ ആയിട്ട് മാത്രം ഒരു 6 ഇഞ്ചിൽ ഓപ്പൺ കൊടുക്കുക. ഇത്രയും ഒരു 6 ഇഞ്ചിൽ ഓപ്പൺ കൊടുക്കുക. മുകളിൽ നമുക്ക് ബി നെക്ക് പോലെ വന്നിട്ട് നമ്മളെ ഹെൽറ്റർ കോളർ പോലെയാണ്. പക്ഷേ ഹെൽറ്റർ കോളർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോളർ അതിൽ കൂടെ ചേർത്താണ് വെട്ടുന്നത്. അതായത് ഈ തുണിയിൽ കൂടെ ചേർത്താണ് ഹെൽറ്റർ കോളർ വെട്ടുന്നത്. അതായത് 3 ഇഞ്ച് മുകളിൽ വീതി, 3 ഇഞ്ച് നീളത്തിൽ നമ്മൾ സെപ്പറേറ്റ് മുകളിലൊരു പീസ് കൊടുക്കും. സെപ്പറേറ്റ് വെച്ചടിക്കുകയല്ല, ഇതിൽ കൂടെ ചേർത്ത് തന്നെ വെട്ടും. അതായത് നമ്മളിങ്ങനെ 3 ഇഞ്ച് ഇവിടെ 3 ഇഞ്ച് വീതി, 3 ഇഞ്ച് നീളത്തിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കും. സ്ക്വയറായിട്ട് 3 ഇഞ്ച്, അത് 3 ഇഞ്ച് വരും. എന്നിട്ടാണ് നമ്മളിവിടുന്ന് 1.25 ഇഞ്ച് എടുത്തിട്ട് 1.25 എടുത്തിട്ട് നമ്മളിങ്ങനെ കോളർ ഈ അളവാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ റൗണ്ട് ആണെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കണം. പക്ഷേ ഇത് നമുക്ക് ഹെൽറ്റർ കോളർ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ തയ്ച്ചെടുക്കാൻ എളുപ്പവുമാണ്. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോളറാണ്. നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാം. പക്ഷേ ജസ്റ്റ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാതെ വേണമെങ്കിൽ തയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ഇതുപോലെ തുണി തികയാതെ വരണ തുണികൾ നമുക്ക് തുണി കുറവുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് വെട്ടാൻ പറ്റും. അപ്പം നമുക്ക് അത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും. നമുക്കിവിടെ ഈ ഭാഗത്തുനിന്ന് വെട്ടാം. കണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ട് പീസും ഓപ്പണുള്ള ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് വിടുന്നത്, അതായത് ഫ്രണ്ട് പീസിന് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് 42 ഇഞ്ച് ഇറക്കമാണ്. 42 ഇഞ്ച് ഇറക്കം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി. അപ്പം നമുക്കിവിടെ വേണ്ടത് 42 ഇഞ്ച് ഇറക്കമാണ്. 42 ഇഞ്ച് ഇറക്കം. അപ്പോൾ നമ്മളിവിടെ 42 അടയാളപ്പെടുത്തി. അപ്പോൾ 42 ഇഞ്ച് ഇറക്കം വേണമെങ്കിൽ നമുക്ക് 43 ഇഞ്ച് എടുക്കണം. ഇവിടെ അരയിഞ്ച് പോവും. ഇവിടെ താഴെ ചുരിദാറായിട്ട് അരയിഞ്ച് അടിച്ചാൽ മതി. അപ്പോൾ 43 അരയിട്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് കോളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. കോളർ വരെ എപ്പോഴും നമ്മൾ ഈ കഴുത്ത് വൈഡ് നെക്ക് വയ്ക്കുമ്പോൾ കഴുത്ത് കണ്ടോ വൈഡ് നെക്ക് ഇങ്ങനെ പിടിച്ച് വരും. അപ്പോൾ ഷോൾഡർ കുറച്ച് വെട്ടിയാൽ മതി. പക്ഷേ കോളർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പിടിക്കും. അപ്പം നമ്മൾ കറക്റ്റ് കോളർ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോഴേ ഇതാണ്ടോ 15 ഇഞ്ചുണ്ട്. അപ്പോൾ 15 ഇഞ്ച്. പക്ഷേ നമുക്ക് ഈ ബ്ലൗസ് കഴുത്ത് ഇറക്കിയുള്ള ടോപ്പാണെങ്കിൽ നമുക്ക് 14 ഇഞ്ച് ഷോൾഡർ മതി കേട്ടോ. കോളറാകുമ്പോൾ കറക്റ്റ് 15 ഇഞ്ച് വേണം. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ബാക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ ബാക്ക് പിടിക്കാതിരിക്കണമെങ്കിൽ 15 വേണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും 7.5 ഇഞ്ച് വേണം അല്ലേ. 7.5 ഇഞ്ച് നമുക്ക് കോളർ എടുക്കാം. 7.5 ഇഞ്ച് കറക്റ്റ് 7.5 ഇഞ്ച്. ഇവിടെ നമ്മൾ ഒരു അടയാളം കൊടുത്തു. 7.5 ഇഞ്ചിൽ നമ്മളൊരു കോളർ കൊടുത്തു അല്ലേ. എന്നിട്ട് ഇതിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 36 ഇഞ്ചാണ്. 36 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 18 ഇഞ്ച് അല്ലേ. 18 ഇഞ്ചിൻ്റെ 18 ഇഞ്ചാണ് 36 ഇഞ്ചിൻ്റെ പകുതി. ഇപ്പോൾ 18 ഇഞ്ചിൻ്റെ പകുതി 9 ഇഞ്ച്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടെ തയ്യൽ കൊടുക്കുമ്പോൾ എടുത്ത് ഒരു 10 ഇഞ്ച് മതി. 1 ഇഞ്ച് മതി. കാരണം ഇതിൽ ഒരു 4-1 ഒരു പീസിൽ 1 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് 4 ഇഞ്ച് എക്സ്ട്രാ വരുവാണ്. കാരണം ഒരു പീസിലാണ് നമ്മൾ 10 ഇഞ്ച് എടുക്കണം. അപ്പോൾ 10, 20, 30, 40. അപ്പം 4 ഇഞ്ചാകുമ്പോൾ 40 ഇഞ്ച് വണ്ണം വരും. നമുക്ക് വേണ്ടത് 36 ഇഞ്ച്. അപ്പം 2 ഇഞ്ച് വീതം 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം തയ്യൽ തുമ്പിടുമ്പോൾ നമുക്ക് 4 ഇഞ്ച് എക്സ്ട്രാ കിട്ടും. അതായത് ഒരു തുണ്ടൊന്നിന് 1 ഇഞ്ച് വീതം കിട്ടും. അപ്പം 4 തുണ്ട് വരും. 4 തുണ്ടിൽ 4 ഇഞ്ച് കിട്ടും അല്ലേ. 4 ഇഞ്ച് കിട്ടും. പിന്നെ ഇത് നമ്മൾ ഈ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ലൈനിങ് ഇല്ലാത്തതാണ്. ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്കധികം തുണി വേസ്റ്റ് വരത്തില്ല, അത് കൂടുതൽ ഇടണ്ട. കാരണം ലൈനിങ് ഇട്ട് നമുക്ക് മറിച്ചിടാം. ഇത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ മടക്കി അടിക്കാനുള്ള പീസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് 11 ഇഞ്ചിട്ടും ബാക്ക് പീസ് 10 ഇഞ്ചിട്ടും അടയാളപ്പെടുത്തണം കേട്ടോ. ബാക്ക് പീസ് 10 ഇഞ്ച് മതി. ഫ്രണ്ട് പീസ് നമുക്ക് 11 ഇഞ്ചിട്ട് അടയാളപ്പെടുത്തണം. 11 ഇഞ്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തി. അതെന്താണെന്ന് വെച്ചാൽ മടക്കി അടിക്കണം. ഫ്രണ്ടിൽ നമുക്ക് മടക്കി അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 11 ഇഞ്ചിട്ട് ഇവിടെ അടയാളപ്പെടുത്തി. നമുക്കിതിൻ്റെ റിഗാർഡ് കൈക്കുഴി എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ്. ഇത് ഇവിടെ 6 ഇഞ്ച് കേട്ടോ. കൈക്കുഴി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഷോൾഡറിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതിന് സ്ട്രൈറ്റിനാണ് 6 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എക്സ്ട്രാ വരും. അത് അത്രയും നമ്മൾ വളച്ച് വെട്ടി കൊടുക്കണം. അപ്പോൾ ഈ 6 ഇഞ്ചിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി. ഇങ്ങനെ അടയാളപ്പെടുത്തി 6 ഇഞ്ചിൽ സ്ക്വയർ അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കിവിടെ നമ്മൾ 11 ഇഞ്ചല്ലേ എടുത്ത്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി.
എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫിറ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ 32 ഇഞ്ച് നമുക്ക് വേണം. 32 ഇഞ്ച് 36 ഇഞ്ച് ചെസ്റ്റ് വേണം, 32 ഇഞ്ച് ഫിറ്റ് വേണം വേണം. അപ്പോൾ 32 ഇവിടെ ഒരു ഇഞ്ച് കൂടുതൽ നമുക്ക് തയ്യൽ ഇവിടെ മടക്കി അടിക്കാൻ വേണം. അപ്പോൾ എത്ര 33 ഇഞ്ച് അല്ലേ? 33 ഇഞ്ച് ഇവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ എത്ര 34 ഇഞ്ച്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി 11 ഇഞ്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എത്രയാണ്? ഒരു 32 ഇഞ്ചൊക്കെ മതി. ഫിറ്റ് വേണം 31, 32 വരെ. അപ്പോൾ നമുക്ക് ഇവിടെ 1 ഇഞ്ച് 32 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി എത്രയാണ്? 16 ഇഞ്ച് അല്ലേ? 16 ഇഞ്ച് പകുതി 8 ഇഞ്ച് അല്ലേ? അപ്പോൾ 8 ഇഞ്ച് വരണം. 8 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കുന്ന 1 ഇഞ്ച്, അപ്പോൾ 9 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ച്, അപ്പോൾ 10 ഇഞ്ചിട്ട് ഇവിടെ വെട്ടാം. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫിറ്റ് വണ്ണം എന്ന് പറയുന്നത് ഈ കറക്റ്റ് 14, 15 നിൽക്കുകയുള്ളൂ. അതായത് ഫിറ്റ് വണ്ണം അതായത് 15 ഇത് ഇവിടെ വരത്തുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വര കൊടുക്കാം. ഈ 15 ഒരു വര കൊടുക്കാം. ഈ ഫിറ്റ് വണ്ണം എടുക്കുന്നത് നമ്മളിതാ ഈ ചെസ്റ്റ് ഇവിടുന്ന് ഷോൾഡറിന്ന് പിടിച്ച് ഇവിടെ വരുമ്പോൾ ഫിറ്റ് വണ്ണം തന്നെ കണ്ടോ. ഈ എൻ്റെ ഫിറ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ വളഞ്ഞ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് 15 നമ്മൾ ഫിറ്റ് വണ്ണം എടുക്കണം. അപ്പോൾ ഫിറ്റ് വണ്ണം എടുക്കാൻ നേരത്ത് ഈ 15 വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചാൽ മതി. കറക്റ്റ് ഫിറ്റ് വണ്ണം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതാണ് നമ്മളെ ശരിക്കുള്ള വേസ്റ്റ് വണ്ണം, ഫിറ്റ് വണ്ണം കേട്ടോ. അപ്പോൾ ഇവിടെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഈ എൻഡിൽ നിന്ന് തുടങ്ങി ഇവിടെ 15 ഇഞ്ച് വരുമ്പോൾ നമുക്ക് ഫിറ്റ് വണ്ണം വരാം. അതുപോലെ തന്നെ ഉടുപ്പിൻ്റെ ഇവിടെ അരയിഞ്ച് വിട്ടിട്ട് ഇവിടെ വരുമ്പോൾ 15 ഇഞ്ച് വരുമ്പോൾ ഫിറ്റ് വണ്ണം വരും. ഫിറ്റ് വണ്ണത്തിൽ നമ്മളിങ്ങനെ ഒരല്പം ചരിച്ച് ഇങ്ങനെ വിട്ടു കൊടുക്കുക. അപ്പം നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇച്ചിരി വയറുള്ള ആൾക്കാർക്ക് നമ്മൾ ടോപ്പ് വെട്ടുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കണം. അതായത് ഈ വയറിൻ്റെ ഭാഗം പിടിക്കാതിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു വര വരച്ചിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം. അതായത് എത്ര ഇഞ്ച് നമുക്ക് വേണോ അത് നോക്കിയിട്ടൊരു വര കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് 19 ഇഞ്ചാണ് നമുക്ക് ഓപ്പൺ ലെന്ത് വരുന്നത്. 20 ഇഞ്ച് ഇവിടെ കൊടുക്കും. 20 ഇഞ്ച്. അപ്പോൾ 20 ഇഞ്ചിൽ നമുക്ക് ഇവിടെ വരുന്ന വണ്ണം 35 ഇഞ്ച് വണ്ണമാണ് നമുക്കിവിടെ വരുന്നത്, ഈ ഓപ്പൺ ഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 11 ഇഞ്ചിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ 11 ഇഞ്ചിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ് എടുക്കുന്നവരുണ്ട്, കുറച്ച് വൈഡ് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റമറുടെ ഇഷ്ടം എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ വൈഡ് എടുക്കണം കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് ഇവിടെ നിന്ന് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഇഷ്ടമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ വണ്ണം എത്രയാണോ, ഈ ഓപ്പൺ പിന്നിൻ്റെ വണ്ണം എത്രയാണോ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് എടുത്ത് കൊടുത്താൽ മതി. അതല്ല ഇവിടെ കുറച്ച് വൈഡായിട്ട് കിടക്കാൻ, എനിക്കൊക്കെ കുറച്ച് വൈഡായിട്ട് കിടക്കുന്നതിന് ഇഷ്ടം കേട്ടോ. ഇച്ചിരി വൈഡായിട്ട് ഇട്ടേക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരല്പം വൈഡായിട്ട് തന്നെ വെട്ടി കൊടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് വീതി കാണും. നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ കൂടിപ്പോവില്ല, നമ്മളിങ്ങനെ മൂത്തിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇച്ചിരി വീതിയായിട്ട് എടുക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ വരുമ്പോൾ നിങ്ങളത് വീതി കണക്കാക്കി എടുത്തോണം. കാരണം ഇപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നത് ഇവിടെ നിന്ന് ഇവിടെ 15 ഇഞ്ച് എടുത്ത് ഈ 15 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. ഇതൊരല്പം ഞാൻ വീതിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരെ വേണ്ട, 12 ഇഞ്ച് താഴോട്ട് വരുമ്പോഴുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വെട്ടണം. ഇങ്ങനെ വെട്ടുമ്പോൾ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടത്, നമ്മൾ കെൽട്ടർ നെക്കാണെങ്കിൽ കെൽട്ടർ നെക്ക് നമ്മൾ അതുപോലെ കൊടുക്കുവാണ് അഡീഷണലായിട്ട്. അപ്പോൾ നമുക്ക് വി നെക്ക് പോലെയാണ് തയ്ച്ചെടുക്കാനുള്ളത്. അതായത് വി നെക്ക് പോലെ തയ്ച്ചിട്ട് നമ്മൾ കോളർ വെച്ചെടുക്കുമ്പോൾ ശരിക്കും കെൽട്ടർ നെക്ക് പോലത്തെ മോഡലായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് വി നെക്കാണ്. വി നെക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു 7 ഇഞ്ച്, ഒരു 6 ഇഞ്ച് നെക്ക് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് ഇങ്ങനെ നെക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നിന്നൊരു 3 ഇഞ്ച് എടുക്കണം. 3 ഇഞ്ച് ഇവിടുത്തെ കഴുത്തിൻ്റെ വിത്ത് എടുക്കണം. കഴുത്തിൻ്റെ വിത്ത് മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗം 3 ഇഞ്ച് എടുക്കണം. ഇവിടെ താഴെ വരുമ്പോൾ ഇങ്ങോട്ട് മുട്ടിക്കണം. അതായത് ഇവിടെ കൊണ്ട് മുട്ടിക്കണം. അപ്പോൾ നമ്മളിവിടെ മടക്കി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുട്ടിക്കണം. അപ്പോൾ ഇതെന്തിനാണെന്നറിയാമോ? ഇങ്ങനെ സ്ക്വയറായിട്ട് ഇവിടെ നമ്മൾ മടക്കി അടിക്കാതെ, മടക്കി അടിക്കുമ്പോൾ ശരിക്കും വീനക്കാർ വരും. അങ്ങനെ അടിക്കണമൊന്നുമില്ല. നേരെ വെട്ടിയാൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരും. അത് കറക്റ്റായിട്ട് വരും. ഓക്കെ. അപ്പോൾ ഒരു 6 ഇഞ്ച് നെക്ക്. അപ്പോൾ ഇങ്ങനെ കോണിച്ച് ഒരൊറ്റ വര. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും ഷോൾഡർ കണ്ടല്ലോ, 1 ഇഞ്ച് ഇറക്കി വെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് വെട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ 6 ഇഞ്ചല്ലേ അടയാളപ്പെടുത്തിയിട്ടുള്ള 6 ഇഞ്ച് ലെന്താണ് റിഗാർഡ് എടുത്തിട്ടുള്ള കൈക്കുഴി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. 6 ഇഞ്ചിൽ ഈ 1 ഇഞ്ച് ഈ കൈക്കുഴിയിലൂടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ. എന്നിട്ട് നമ്മൾ ഈ വളവിൽ കൂടെ നമ്മൾ വളച്ചെടുക്കണം. ഈ 1 ഇഞ്ച് കൂടെ നമ്മൾ വളച്ചെടുക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 1 ഇഞ്ച് കൂടെ വളച്ചെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 1 ഇഞ്ച് കൂടെ വളച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കൈക്കുഴി റിഗാർഡായി.
നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ബാക്ക് പീസ് കണ്ടോ, ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട് ആദ്യം വെട്ടിയപ്പോൾ നമുക്ക് ബാക്ക് പീസ് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ എൻഡ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ എൻഡിലോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വണ്ണത്തിൽ വെട്ടിയെടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ മടക്കാനുള്ള 1 ഇഞ്ച് വെട്ടിയിട്ടുണ്ട്. ആ 1 ഇഞ്ച് ഇവിടെ അങ്ങ് വിടുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നെക്ക് വെട്ടണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിപ്പോവുക. ഇവിടെ നമ്മൾ കൈക്കുഴി വെട്ടിയെടുക്കുന്നു. ഇവിടെ നമുക്ക് വെട്ടാനൊന്നും വലുതായിട്ടില്ല കേട്ടോ. ഇത് 1.5 മീറ്റർ തുണിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ഇതിൻ്റെ തന്നെ അളവിന് വെട്ടിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് നമ്മളിങ്ങനെ വെട്ടിയെടുത്തു കണ്ടോ. ബാക്ക് പീസ് നമ്മൾ ഇവിടെ നിന്ന് വെട്ടി. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തപ്പോൾ നമുക്ക് ബാക്ക് പീസിന് കണ്ടോ, ഈ ബാക്ക് പീസിന് കിട്ടി കണ്ടോ. ബാക്ക് പീസ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് 36 ഇഞ്ചാണ്. 36 ഇഞ്ചിന് ഇതിപ്പോൾ എത്ര ഉണ്ടെന്നറിയാം, 20 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 മീറ്ററിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും വെട്ടി. ഇനി നമുക്ക് വേണ്ടത് കൈയാണ്. കൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 10 ഇഞ്ച് ഇറക്കമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതിന് എന്ന് വെച്ചാൽ നമുക്ക് അത്ര തുണിയല്ലേ ഉള്ളൂ, 1.5 മീറ്റർ തുണിയുള്ളൂ. ഒരു ബാലൻസാണ് കേട്ടോ. ഇത് ചെറിയൊരു ബാലൻസ് പീസാണ്. അപ്പോൾ നമുക്കൊരു 10 ഇഞ്ച് കൈ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്ര തുണിയേ ഉള്ളൂ, 10-10.5 ഇഞ്ച് തുണി നീളം കിട്ടിയാൽ മതി. മുട്ട് വരെ, മുട്ടിൻ്റെ അത് വരെ മതി. ഇത്ര തുണിയാണ് നമുക്ക് കൈക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിന് 2ആയിട്ട് മടക്കി കണ്ടല്ലോ. ഇതിന് ഇനി 4ആയിട്ട് മടക്കി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നമുക്ക് ഒരു 10 ഇഞ്ച് കറക്റ്റേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 10.5 ഇഞ്ച് 11 ഇഞ്ച് കൈയിട്ട് വെട്ടാം. ഇതിപ്പോൾ 10 ഇഞ്ചല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ 11 ഇഞ്ച് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൈ വെട്ടുന്നുണ്ട്. ഈ ഉള്ളതിന് നമ്മളങ്ങ് വെട്ടിയെടുക്കുന്നു കണ്ടല്ലോ. അപ്പോൾ ഒരു 10 ഇഞ്ച് വണ്ണം 11 ഇഞ്ച് വണ്ണമുള്ള കൈയാണ് ഇത്. അപ്പോൾ നമ്മളിതിന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയെന്ന് പറയുമ്പോൾ ഒരു 9.5 ഇഞ്ച് കൈ നീളേ വന്നിട്ടുള്ളൂ കണ്ടോ. 9.5 ഇഞ്ച് കൈ നീളം തച്ചെടുക്കുമ്പോൾ 9.5 ഇഞ്ച് കൈ നീളേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ പീസ് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെട്ടിയ കേട്ടോ. അപ്പോൾ എനിക്കറിയാം കുറച്ചുകൂടി നീളത്തിൽ വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ ഈ പീസിനെടുത്തിട്ട് ഇതിന് നമ്മൾ ഇങ്ങനെ മടക്കുന്നുണ്ട്. ഇനി മടക്കിയല്ലോ, മടക്കിയിട്ട് നമ്മളിതിനെ നന്ന് വെട്ടിയെടുക്കുന്നു. ഇത്രയും നമ്മളിങ്ങനെ ഒരു പീസ് 2 പീസാണ്, രണ്ട് കയ്യിലും വെച്ചടിക്കാനാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇതിന് നമ്മൾ ഈ കയ്യിൽ ഇവിടെ വെച്ചടിക്കും. ഇവിടെ വെച്ചടിക്കുന്ന ഫ്രണ്ടിലോട്ട് വെച്ചടിച്ചിട്ട് ഇതിനെ ഒരു ചെറിയ മടക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരടി അടിക്കും ഇവിടെ കൂടെ. അപ്പം നമ്മൾ പട്ട പോലെ ഇരിക്കും കണ്ടോ. എത്ര ഇഞ്ച് കൈ നീളം കിട്ടിയെന്നറിയാമോ, 12 ഇഞ്ച് കൈ നീളം കിട്ടി. പോരെ, മതി. അപ്പം നമ്മൾ തുണിയില്ലാത്ത തുണികൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പഠിച്ചാൽ വളരെ ഉപകാരമാണ്. നമുക്ക് ഒരു തുണിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണോ, ഇത് നമുക്ക് ഇനി ഒരു കോളറിന് വെട്ടിയെടുക്കണം. ചെറിയൊരു കോളറാണ് വേണ്ടത്. കോളറിന് നമുക്കിവിടെ നിന്ന് കിട്ടും, ചെറിയൊരു കോളറാണ്. അപ്പോൾ ഇത് നമുക്ക് കോളറിന് വെട്ടിയെടുക്കാം. വേറെ ഒന്നും നമുക്ക് തുണി വേണ്ട, കോളറും കൈക്കും ഇത് മതി. ഇവിടെ നമ്മൾ മടക്കി അടിക്കുകയാണ്, പിന്നെ ഇത് ലൈനിങ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചിലപ്പോൾ തോന്നായിരിക്കും ഞാനിത് എന്താ ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന്. പക്ഷേ വളരെ ഈസി ആയിട്ട് തയ്ക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞുതരുന്നത്. നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ മനസ്സിലാവും. കാരണം ഞാൻ ഈ തുണി തന്നെയാണ് ഞാൻ തയ്ച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഈ വെട്ടിയത് കറക്റ്റാണെന്ന് അല്ലേ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്കൊരു ഇൻഡയറക്റ്റ് വേ ആണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കോല് അളന്ന് കുറിച്ച് വരച്ച് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ എത്രയും പെട്ടെന്ന് നമുക്ക് കുറച്ച് തുണിയിൽ ഒരു ടോപ്പ് എങ്ങനെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാം എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ അടുത്ത വീഡിയോയിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ ഇട്ടിരിക്കും കേട്ടോ. ഇന്ന് തന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് ഈ സ്പോട്ടിൽ തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത വീഡിയോ മാത്രം ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.